ഇപ്പോൾ കെ മുരളീധരൻ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. ഈ സ്വർണ്ണക്കൊള്ള കോൺഗ്രസിൻ്റെ മേലെ ആരോപിക്കാൻ നോക്കുമ്പോൾ അതിൻ്റെ മുതലെടുപ്പ് BJPക്കാണ് ലഭിക്കാൻ പോകുന്നത്. നേരെ മറിച്ച് ഇപ്പോൾ കൊള്ളക്കാർ രക്ഷപ്പെടുകയാണ്. ഇപ്പോൾ ആകെ ജയിലിൽ കിടക്കുന്നത് തന്ത്രി മാത്രമാണ്. ഇനി സ്വാഭാവികമായിട്ടും ചാർജ് ഷീറ്റ് കൊടുത്തില്ലെങ്കിൽ എല്ലാ കേസും വിട്ടുപോകും. അല്ല, അതിൻ്റെ ഇന്നലത്തെ വിസിറ്റിനെ കുറിച്ച് പറഞ്ഞാൽ പവനാഴി ശവമായി എന്ന് പറഞ്ഞ പോലെ എന്തൊരു വീരവാദമായിരുന്നു. ബുള്ളറ്റ് ട്രെയിൻ, പിന്നെ 3 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരെത്തുന്ന സംവിധാനം, ഇങ്ങനെയൊക്കെ വീരവാദം അടിച്ചിട്ട് ഒരു വസ്തു പറഞ്ഞില്ല. മേയറെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു. ആ മേയറെയാണെങ്കിൽ സ്വീകരണത്തിന് എയർപോർട്ടിലേക്ക് കയറ്റിയില്ല. 3-ാം സ്ഥാനം. പ്രധാനമന്ത്രി വരുമ്പോൾ BJPയുടെ മേയർ സ്വീകരിക്കുമെന്നാണ് പണ്ട് BJP വീരവാദം മുഴക്കിയിരുന്നെങ്കിൽ മേയറെ കിട്ടിയിട്ട് പോലും വിമാനത്താവളത്തിലേക്ക് കയറ്റിയില്ല. അതാണ് പ്രധാനമന്ത്രിയുടെ വരവുകൊണ്ടുണ്ടായ സംഭവം. അതിലല്ലാതെ മറ്റൊന്നും സംഭവിച്ചില്ല. അത് ഞാൻ പറഞ്ഞത് പവനാഴി ശവമായി എന്ന് പറഞ്ഞ പോലെയായി ഇന്നലത്തെ തിരുവനന്തപുരം വിസിറ്റ്. അതെ, ബ്ലൂ പ്രിൻ്റ് എന്ന് പറഞ്ഞൊരു ഒരു പ്രിൻ്റ് കൊടുത്തിട്ടുണ്ട്. അത് എന്ത് പ്രിൻ്റാന്നുള്ളത് ആർക്കും അറിയില്ല. ബ്ലൂ പ്രിൻ്റാണോ റെഡ് പ്രിൻ്റാണോ എന്ന് ആർക്കും അറിയില്ല. അതിനിപ്പോൾ അവിടെ ചെന്ന് പ്രധാനമന്ത്രി അത് ആ പ്രിൻ്റ് നോക്കുമോ അതോ ചവറ്റുകൊട്ടയിലേക്ക് എറിയുമോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ മനസ്സിലാക്കും. പക്ഷേ ആ ബ്ലൂ പ്രിൻ്റ് തയ്യാറാക്കുമ്പോൾ മേയർ ഒട്ടും മാന്യത കാണിച്ചില്ല. പ്രതിപക്ഷ കൗൺസിലർമാരുടെ അഭിപ്രായം ചോദിക്കാതെ തെരഞ്ഞെടുപ്പിൽ ആ വാർഡുകളിലൊക്കെ തോറ്റ BJPക്കാരുടെ അഭിപ്രായം ചോദിച്ചിട്ടാണ് ഈ ബ്ലൂ പ്രിൻ്റ് ഉണ്ടാക്കിയത്. 51 വാർഡുകളിൽ മാത്രമേ കൗൺസിലർമാരായിട്ട് കൂടിയാലോചന നടത്തിയിട്ടുള്ളൂ. മറ്റ് 50 വാർഡുകളിൽ ആ വാർഡ് കൗൺസിലർമാർ ഏത് പാർട്ടിയാവട്ടെ അവർ തിരഞ്ഞെടുക്കപ്പെട്ടവരല്ല ഇവരെ പോലെ. എന്തുകൊണ്ട് അവരായിട്ട് ആലോചിച്ചില്ല? ഏതായാലും അതുകൊണ്ട് വലിയ ഗുണമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. കാര്യങ്ങൾക്ക് ഇങ്ങനെ തന്നെ പോകും. അല്ല, പ്രധാനമന്ത്രിയുടെ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് ആവശ്യമില്ല. അയാളുടെ പോലത്തെ വർഗീയവാദി ലോകത്ത് വേറെ ആരുമില്ല. ഈ സമൂഹത്തിനെ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ വിഭജിക്കാൻ നോക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ പോലത്തെ മഹാന്മാരിരുന്ന കസാലയിൽ ഇരുന്നുകൊണ്ടാണ് ഇതുപോലത്തെ പ്രവൃത്തികൾ ചെയ്യുന്നത്. ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ സമൂഹത്തിനെ അകറ്റാൻ നോക്കുകയാണ്. വികസനം പുറമേ പറയും, പ്രവൃത്തി എന്താ? ഇപ്പം തന്നെ SIR എന്താ അവസ്ഥ? പലയിടത്തും ചില മതവിഭാഗങ്ങളെ തെരഞ്ഞു പിടിച്ച് വോട്ടർ പട്ടിക നീക്കുകയല്ലേ. ഇതാണോ ജനാധിപത്യം എന്ന് പറയുന്നത്? അപ്പം അതുകൊണ്ട് പ്രധാനമന്ത്രിയുടെ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് ആവശ്യമില്ല. കെ മുരളീധരൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തടക്കം വിമർശിക്കുകയായിരുന്നു. വലിയ പ്രഖ്യാപനങ്ങളില്ലാതെ പ്രധാനമന്ത്രി മടങ്ങിയതായിരുന്നു കെ മുരളീധരന്റെ വിമർശനം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.